നമസ്കാരം. ഡിപ്രഷൻ ഇന്ന് നാം മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഡിപ്രഷൻ അഥവാ മാനസികമായി ഉണ്ടാകുന്ന സമ്മർദ്ദം ജീവിതം ജീവിതത്തെക്കുറിച്ചുള്ള ആകാംക്ഷകളും ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെയാണ് പലപ്പോഴും നമ്മളെ അത്തരം അവസ്ഥകളിലേക്ക് കൊണ്ടുപോകാറുള്ളത്. പലപ്പോഴും ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഇപ്പോൾ താരതമ്യേന കുട്ടികൾ പോലും പറയുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ. ഞാനതിലൂടെ കടന്നു പോവുകയാണ് എന്ന് ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പലപ്പോഴും അത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ ഒക്കെ പറയുമ്പോൾ അവർ പലപ്പോഴും വളരെ നിസ്സാരമായി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഒരു കാപ്പ് കുടിച്ചാൽ മാറും, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ മാറും എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. ജീവിതം എപ്പോഴും സുഖ ദുഃഖ സമ്മിശ്രമാണ്. നമ്മൾ കയറ്റിറക്കങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതാ ജീവിതം ഒരു സ്ട്രെയിറ്റ് റോഡ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിക്കണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. ജീവിതത്തിൽ സങ്കടങ്ങൾ വരും, സന്തോഷങ്ങൾ വരും. അതെല്ലാം തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ സംഭവിക്കാറുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മാനസികമായ കരുത്ത് നമ്മൾ നേടുക എന്നുള്ളതാണ് ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി. സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ചില ചിന്തകൾ വരുമ്പോൾ അമിതമായ ഉത്കണ്ഠയും ആകാംക്ഷയും ഒക്കെ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ മനോമുകുരങ്ങളിലൊക്കെ ഉയർന്നു വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചില സവിശേഷമായ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. സന്തോഷം വരുമ്പോൾ ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ടെൻഷൻ വരുമ്പോൾ, സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഇത്തരം ചില മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഈ മാനസികാവസ്ഥ പലപ്പോഴും നമ്മുടെ ശരീരത്തെയും ബാധിക്കാറുണ്ട്. ശാരീരികമായി നമ്മൾ ക്ഷീണാവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട്. ഇതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കണം, നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. ടെൻഷൻ അടിക്കരുത്, ഡിപ്രഷൻ ആകരുത് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇതൊക്കെ കടന്നു പോകാത്ത ഒരു മനുഷ്യനും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മൃഗങ്ങളിൽ പോലും ഇതുണ്ടാകാം. കാരണം ചിലപ്പോൾ നമ്മൾ വളർത്തുന്ന, ഓമനയായി വളർത്തുന്ന പൂച്ചക്കുഞ്ഞുങ്ങളും പട്ടിക്കുഞ്ഞുങ്ങളും അതുപോലെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളിൽ പലതും ചില സമയങ്ങളിൽ ഇങ്ങനെ വിഷാദത്തിൽ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരുപാട് ഇത്തരം മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ പറയാറുണ്ട്, ഒരു പട്ടിക്കുഞ്ഞ് നിലവിലുണ്ട്, അതിനോടൊപ്പം മറ്റൊരു പട്ടിക്കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് വന്ന് അതിനെ കൂടുതൽ ഓമനിക്കുന്നത് കാണുമ്പോൾ നമ്മൾ നിലവിൽ വളർത്തിക്കൊണ്ടിരുന്ന ആ പട്ടിക്കുഞ്ഞിന് അല്ലെങ്കിൽ ആ നായ്ക്കുഞ്ഞിന് സങ്കടം, അതിനെ ആളുകളെ മൈൻഡ് ചെയ്യാതെയും കഴിക്കാതെയൊക്കെ ഇരിക്കുന്നതായിട്ട് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതുങ്ങൾക്ക് പോലും ഉണ്ടാകാം. എങ്കിലും നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചാണല്ലോ സംസാരിക്കുന്നത്. പറഞ്ഞു വന്നപ്പോൾ അവരുടെ കാര്യം കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ പരിചയത്തിലുള്ള, എനിക്കറിയാവുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രായമുള്ള ആളാണ്, പക്ഷേ എന്തുകൊണ്ടോ, എന്താണ് കാരണമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമുക്ക് താങ്ങാൻ കഴിയാത്ത സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നു എന്നൊക്കെയുള്ള തോന്നലും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ കീഴ്പ്പെട്ടു പോകുന്നു. അങ്ങനെ കീഴ്പ്പെടുവാനായിട്ടുള്ള ഒരു ജീവിതമല്ല. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ അതിജീവിക്കാൻ വിശ്വാസികളാണെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ അഭയകേന്ദ്രമാണ്. അവർ വിശ്വസിക്കുന്ന ഈശ്വരനോട് തുറന്ന് സംസാരിക്കാൻ, ശാന്തമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ പ്രാർത്ഥന ഒരു വലിയ ബലമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ അത്തരം സാഹചര്യങ്ങളെ സ്വയം ഒന്ന് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാത്തതെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചെന്ന് തുറന്ന് പറയാവുന്ന കാര്യമുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമുക്ക് തുറന്ന് പറയാൻ കഴിയുന്ന, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളോട് പറയില്ല എന്ന് ഉറപ്പുള്ള ആളോട് നമുക്ക് പോയിരുന്ന് പറയുവാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ കുറേ നമുക്ക് ഒരാശ്വാസം ലഭിക്കും. എൻ്റെ ഒരു
സുഹൃത്ത് അത്തരത്തിലൊരു പ്രതിസന്ധിയിലായപ്പോൾ എൻ്റെ അടുത്ത് എന്നോട് പറഞ്ഞ് കുറേ നാളുകൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വന്നോളൂ, ഞാനിവിടെ ഉണ്ട്, കാണാം, സംസാരിക്കാം. അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ കരയണോ വേണ്ടയോ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് കരയണമെന്നുണ്ടെങ്കിൽ നീ കരയാൻ. ഞാനതൊന്നും ഓർത്തില്ല. പക്ഷെ ഞാൻ ഈ വിഷയം നിങ്ങളോട് പറയണമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. അവനന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് കരഞ്ഞു, അവൻ്റെ സങ്കടമൊക്കെ പറഞ്ഞു. ഞാൻ കുറേ എന്നെക്കൊണ്ടാകുന്ന പോലെ, ഞാൻ ഇതിലൊന്നും വലിയ മിടുക്കനൊന്നുമല്ല, പക്ഷേ എന്നെക്കൊണ്ടാകുന്ന പോലെ അവനൊരു ബലം കൊടുക്കാൻ, ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞു. അവനിപ്പോൾ വളരെ സന്തോഷമായിട്ട് ജോലിയൊക്കെ ചെയ്ത് നന്നായിട്ട് പോകുന്നുണ്ട്. മിടുക്കനായി ചെറുപ്പക്കാനായിട്ട് വരും, നല്ലൊരു ഭാവി ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഞാൻ ഇന്നലെ ഈ വിഷയം 2 ദിവസമായി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് എഴുതിയൊക്കെ വെച്ചപ്പോഴാണ് ബൈബിളിൽ യേശുക്രിസ്തു കുരിശുമരണത്തിന് ഏറുന്നതിന് തൊട്ട് മുമ്പ് തലേ രാത്രിയിൽ ബൈബിളിൽ മത്തായിയുടെയും അതുപോലെ മർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും സുവിശേഷങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 36 മുതൽ 46 വരെയും മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 32 മുതൽ 42 വരെയും ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം 39 മുതൽ 47 വരെയുള്ള ഭാഗത്ത് യേശു കുരിശുമരണം ഏൽക്കുന്നതിന് മുമ്പ് തലേ രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ട 2-3 ശിഷ്യന്മാരെ കൂട്ടി അദ്ദേഹം ഗത്സമന തോട്ടത്തിൽ രാത്രിയിൽ ഒലിവ് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന ഭാഗങ്ങളുണ്ട്. ഞാൻ ഈ സുവിശേഷ ഭാഗം പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതെടുത്ത് വായിച്ചു നോക്കണമെങ്കിൽ വായിക്കുന്നതിനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി കൂടിയാണ്. ആ ഭാഗത്ത് അദ്ദേഹം താൻ നേരിടാൻ പോകുന്ന പ്രതിസന്ധി, പ്രയാസം, സഹനം, പീഡനങ്ങൾ എത്രമാത്രമാണെന്ന് യേശുക്രിസ്തുവിന് മുൻകൂട്ടി അറിയാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ കുരിശുമരണത്തിന് ഏറ്റപ്പെടാൻ പോകുന്നു, തന്നെ പിടിക്കുവാനായിട്ട് ആളുകൾ വരും, തന്നെ തൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ ഒറ്റും എന്നെല്ലാം മുൻകൂട്ടി അറിഞ്ഞ ആൾക്ക് ഇനി തനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കാനുള്ളത്, താൻ എന്തൊക്കെ പീഡനങ്ങളിലൂടെ, എന്തൊക്കെ മാനസിക സംഘർഷങ്ങളിലൂടെ, എന്തൊക്കെ വേദനകളിലൂടെ, എത്രയോ ക്രൂരമായ അവസ്ഥകളിലൂടെ കടന്നു പോകണമെന്ന് നല്ല ബോധ്യമുള്ള യേശുക്രിസ്തു ആ തലേ രാത്രിയിൽ ശിഷ്യന്മാരെയും കൂട്ടി ഈ ഒലിവ് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. അവിടെ ബൈബിളിൽ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഒരു കല്ലേറ് ദൂരം ശിഷ്യന്മാരിൽ നിന്ന് അകലെ പോയിരുന്നു എന്നാണ്. ഒരു കല്ലേറ് ദൂരം എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ അവിടെ കാത്തിരിക്കണം, ഞാൻ പോയിട്ട് വരുന്നവരെ കാത്തിരിക്കണമെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പ്രാർത്ഥനയിൽ ജാഗരിച്ചിരിക്കണം, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന യേശു ആ ഒലിവ് മലയിൽ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കും. അവിടെ യേശു ഒലിവ് മലയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്നാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം പ്രാണവേദനയിലായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇത്രമാത്രം സമ്മർദ്ദത്തിലൂടെയാണ്, ഇത്രമാത്രം നമ്മളിന്ന് പറയുന്ന ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു രംഗമാണത്. ഞാനത് വായിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ബൈബിൾ വായിക്കുമ്പോൾ ആ ഭാഗമൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇത്ര കഠിനമാണ് അദ്ദേഹം നേരിട്ട പ്രതിസന്ധി. ഒപ്പം അവിടെ കാണുകയാണ് രക്തം തുള്ളി പോലെ വിയർപ്പ് അവിടെ വീണു എന്നുള്ള ഒരു വിവരണമാണ് എഴുത്തുകാരൻ കൊടുത്തിരിക്കുന്നത്. ഇത്രമാത്രം സമ്മർദ്ദത്തിനടിമപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് നമ്മളവിടെ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കാണുന്നത്. ഒരേ സമയം ദൈവവുമാണ്, ഒരേ സമയം മനുഷ്യനുമാണ്. എന്നാൽ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണ രൂപമായിട്ട് നമ്മൾ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാണ്ട് കഴിയും. ഞാൻ എൻ്റെ ആത്മീയ തലത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങനെ അത് വിശദീകരിക്കാനുള്ള കഴിവുള്ള ആളുമല്ല. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലൊക്കെ പ്രസിദ്ധരായ വൈദികരും സുവിശേഷകരും പാസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. അനിൽ കൊടിത്തോട്ടം പോലുള്ള സാറിനെ പോലുള്ള ഫ്രണ്ട്സൊക്കെ നമുക്കുണ്ട്. അവരൊക്കെ അത് വിശദീകരിക്കുന്ന ആളുകളാണ്. ഇതിൽ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എന്നെ തിരുത്തണം. എങ്കിലും ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ഡിപ്രഷൻ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട്
ഒരു ചിന്ത വന്നപ്പോൾ ഈ ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമായിരുന്ന യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു അനുഭവം, അദ്ദേഹത്തിന് ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഒരു സമ്മർദ്ദത്തിന് അടിമപ്പെടുകയും എന്നാൽ പ്രാർത്ഥനയിലൂടെ ഒരു കരുത്ത് നേടി അദ്ദേഹം തിരിച്ച് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്നതായിട്ടൊക്കെ ആ ഭാഗത്ത് കാണുന്നുണ്ട്. തുടർന്ന് കുരിശുമരണത്തിൽ കീഴ്പ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റായിട്ടൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. വരാനിരിക്കുന്നതിനെക്കുറിച്ച്, സംഭവിക്കാനിരിക്കുന്നതിനെക്കുറിച്ച്, താൻ നേരിടാനിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, പീഡാസഹനങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ടെൻഷൻ എത്രമാത്രമായിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും മനുഷ്യർ നാളെ എന്താ നടക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. നമുക്കൊരു ചിന്ത വന്നാൽ, നമുക്കൊരു ആകാംക്ഷ ഉണ്ടായാൽ നമ്മൾ പലപ്പോഴും നെഗറ്റീവുകളാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കില്ല. ഒരു അസുഖം വന്നാൽ, ഒരു രോഗം വന്നാൽ, ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ, നമുക്ക് ഏറ്റവും അടുത്ത ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ അപ്പോഴൊക്കെ ചിന്തിക്കുന്നതോ ഇതുകൊണ്ടെല്ലാം കഴിഞ്ഞു, ഇനിയില്ല, നമ്മുടെ പരിപാടി തീർന്നു, അവസാനിപ്പിക്കാം എന്നുള്ള ഒരു ചിന്ത എവിടെ നിന്നൊക്കെയോ വരികയാണ്. അത് നല്ലതല്ല. നമുക്ക് നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ പോസിറ്റീവുകളെയും, നമ്മുടെ സങ്കടങ്ങളുടെയും നമ്മുടെ പ്രതിസന്ധികളുടെയും നമ്മുടെ ദുരിതങ്ങളുടെയും ഒക്കെ നടുവിൽ ഈ സമയവും കടന്നു പോകും എന്നുള്ള ഒരു നല്ല ചിന്ത കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥനയിലൂടെ, നല്ല സുഹൃത്തുക്കളിലൂടെ, തുറന്നു പറയാൻ കഴിയുന്ന അതുപോലെയുള്ള ആളുകളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളെ തുറന്നു വെച്ച് ഒരിക്കലും ഉള്ളിൽ ഒതുക്കരുത്. സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരിക്കലും ഉള്ളിൽ ഒതുക്കരുത്. ഉള്ളിൽ ഒതുക്കുമ്പോഴാണ് ഇത് വലിയ വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. മനുഷ്യനാണ് പലതും പല വഴിക്കും ചിന്തിക്കുക. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഇത് തിരിച്ചറിയുകയും ഇതിൽ നിന്ന് പുറത്തു കിടക്കേണ്ടതും ആവശ്യമാണ്. ഒരു പോസിറ്റീവായ ചിന്ത നമുക്കുണ്ടാക്കണം. നമുക്ക് നാളെ ചിലപ്പോൾ ദുരിതങ്ങൾ തന്നെ ആയിരിക്കാം വരാനിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഇതെല്ലാം മാറും. ഞാൻ ഇതിൽ നിന്നും പുറത്തു വരും, അതിജീവിക്കും. ചിലർക്ക് ചില സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാകും, ചിലർ കടബാധ്യതയിലായിരിക്കാം, ചിലർ വീട് ജപ്തിയിലായിരിക്കാം, ഈ ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി എങ്ങോട്ട് പോകുമെന്നൊക്കെയുള്ള ചിന്തയായിരിക്കാം. ആ സമയത്തൊന്നും ഒരിക്കലും നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരാൻ പാടില്ല. ആ സമയത്ത് ഇതെൻ്റെ ഒരു മോശം സമയമാണ്, ഈ സമയം കഴിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്, ഇതിനേക്കാൾ നല്ലൊരു സമയം എനിക്ക് വരും എന്ന് ഒരു ചിന്ത നമ്മളിലേക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട്. നമ്മുടെ ചിന്ത നമ്മളിൽ വലിയ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമിടും. അതുകൊണ്ടാണല്ലോ ബൈബിളിൽ തന്നെ വന്ന് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഞാനൊരു സുവിശേഷ പ്രസംഗം നടത്താൻ വന്നതല്ല, എങ്കിലും ഇത് പറയണമെന്ന് കരുതി ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ, വളരെ മനോഹരമായ സിനിമയാണ്, കണ്ടിട്ടില്ലാത്തവർ കാണും. ആ സിനിമയിൽ സജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് സൗബിൻ ചെയ്യുന്നത്. അദ്ദേഹം അതിൽ ഈ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് തൻ്റെ അനിയനായിട്ടുള്ള മാത്യൂസ് എന്ന് പറയുന്ന സിനിമാ നടനോട് അദ്ദേഹം പറയുന്നുണ്ട്, എടാ എന്നെ കിളി പോയിരിക്കുകയാണ്, എന്നെ നീ ഒരു ആശുപത്രി കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ അനിയൻ സൗബിനെ ആശുപത്രി കൊണ്ടുപോകുന്നു. ആശുപത്രി ചെന്ന് ഡോക്ടർ കൗൺസിലറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഈ സൗബിൻ, ആ രംഗം വളരെ ഹൃദ്യമാണ്, നിങ്ങളത് കാണണം. യൂട്യൂബിൽ വെറുതെ അടിച്ചു കൊടുത്താലും ആ സീൻ മാത്രമായിട്ടും കാണാൻ കഴിയും. അവിടെ ഈ സൗബിനോട് ഈ ഡോക്ടർ പറയുന്നുണ്ട്, കരയണോ? കരഞ്ഞു. എന്നോട് പറഞ്ഞു, ഇതൊക്കെ കേൾക്കാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. വളരെ ഒരു മാതൃഭാവത്തിൽ ആ ക്യാരക്ടർ, ആ ഡോക്ടറായിട്ടിരിക്കുന്ന മനുഷ്യൻ സൗബിനോട് ഇടപെടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സൗബിൻ ആ സീനിൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വയറിലേക്ക് ചാഞ്ഞ് കിടന്ന് പൊട്ടി കരയുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കും അദ്ദേഹത്തിൻ്റെ ആ കരയുമ്പോൾ കണ്ണുനീരും, കരയുമ്പോൾ നമ്മുടെ മൂക്കിൽ നിന്നൊക്കെ നീരുകൾ വരുന്നതൊക്കെ ആ ഡോക്ടറുടെ ഷർട്ടിലൊക്കെ പറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നല്ലൊരു രംഗമാണ്. അങ്ങനെ നമുക്ക് ഏറ്റവും അടുത്ത് തുറന്നു പറയാൻ കഴിയുന്ന ആളുകളോടെങ്കിലും ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള, മാനസികമായി വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നു, നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെയും ഇങ്ങനെ ചില തുറന്നു പറച്ചിലൂടെയൊക്കെ നമുക്ക് ഇതിനെ മറികടക്കാൻ കഴിയുള്ളൂ. അതിനെല്ലാം ഉപരി സ്വന്തം മനസ്സിനെ പറഞ്ഞുറപ്പിച്ച്
ഈ സമയവും കടന്നു പോകും. ഈ സമയവും ഞാൻ മറികടക്കും. ഇതിലും വലിയ പ്രതിസന്ധികൾ ഇതിനു മുമ്പ് ഉണ്ടായതൊക്കെ പുറകോട്ടൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ മറികടക്കാൻ കഴിയും. അതിന് കഴിയട്ടെ. അതുകൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകരുതെന്നല്ല, സമ്മർദ്ദം ഉണ്ടാക്കരുതെന്നല്ല, ഇതെല്ലാം നമുക്ക് നമ്മൾ തന്നെ ചിന്തിക്കുകയും രൂപപ്പെടുത്തുകയും ഒക്കെ വരുന്നതാണ്. പക്ഷേ അതുണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള ഒരാളത് പറയുമ്പോൾ അയാളെ കേൾക്കാൻ, അയാളെ കൂടുതൽ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ, അയാളുടെ കരുതലോടെ ഇടപെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഞാൻ നാളെ ഒരു സമ്മർദ്ദത്തിലായാൽ എന്നെ ചേർത്ത് പിടിക്കാൻ ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുവാൻ, ഒരു നല്ല സാഹോദര്യ ബന്ധത്തിൽ, ഒരു കൂട്ടായ്മയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നല്ല ചിന്ത പങ്കുവച്ചു എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.